പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഓശാന ഞായറിൻ്റെ എല്ലാ പ്രാർത്ഥനകളും, ഓശാന എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ നമുക്ക് അറിയാലോ അല്ലേ? കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, കർത്താവെ ഞങ്ങൾ രക്ഷിക്കണമേ. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു 10-18-20 വയസ്സുണ്ട് അവൻ എന്നോട് പങ്കുവെച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: എൻ്റെ അച്ഛാ, ഞങ്ങൾക്ക് യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾക്ക് പറയാൻ തോന്നുന്നില്ല അച്ഛാ. അപ്പോൾ അവൻ ഒരവസരത്തിൽ അച്ഛൻ മുമ്പുണ്ടായിരുന്ന ധ്യാന കേന്ദ്രത്തിലൊക്കെ അച്ഛൻ്റെ കൂടെ കുറച്ച് കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുമായിരുന്നേ, അച്ഛാ ആ സെൻറ്റ് മേരീസ് റിട്രീറ്റിലെ സെൻറ്ററിൽ അവൻ ശരിക്കും വിജാതീയ മക്കളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് കടുത്തൊരു അസൂയ തോന്നാറുണ്ട് അച്ഛാ. ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛാ? എനിക്ക് യേശു എന്താണെന്ന് അറിയില്ല, എനിക്ക് യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന് അറിയില്ല, എനിക്ക് കുമ്പസാരത്തിന് കുർബാനയുടെയും വാല്യൂ അറിയില്ല. ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പക്ഷേ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ ശ്രേഷ്ഠത ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അച്ഛാ. എനിക്ക് പിള്ളേരുടെ കൂടെ പിക്നിക്കിന് പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊക്കെയാണ് എൻ്റെ ജ്വരം എന്നല്ലാതെ ഞാൻ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും എനിക്കത് ഹൃദയം കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ നിങ്ങളിന്ന് പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാകുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്ന് തുടങ്ങി, അതായത് ഓശാന എന്തായാലും ബലിയർപ്പണം കഴിഞ്ഞില്ലേ, നാളെ തുടങ്ങി കുർബാനയുടെ സമയത്തും നമ്മുടെ ഇന്ന് കുടുംബ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ ഈശോയെ ഞങ്ങൾ രക്ഷിക്കണമേ. നമുക്കറിയാം ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നാം രക്ഷപ്പെടേണ്ടതെന്ന് നമുക്ക് വൃത്തിയായിട്ട് അറിയാം അല്ലേ? ഓരോ മേഖലയിൽ ഓരോ കുടുംബത്തിൽ ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പിശാച് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടുന്നൊക്കെ ഞങ്ങൾ രക്ഷിക്കാനുള്ള അങ്ങനെ ഉള്ളോണ്ട് ഹൃദയം കൊണ്ട് യേശുവേ എന്ന് നിലവിളിക്കാൻ വേണ്ട ഒരു അഭിഷേകം സ്വർഗം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. പ്രത്യേകിച്ച് നാളെ തുടങ്ങിയൊക്കെ പരിശുദ്ധ കുർബാനയിൽ നല്ല ഉണർവോടുകൂടി പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ഇന്ന് സായാഹ്നത്തിൽ നമ്മുടെ നിത്യസഹായ ദേവാലയം വിയ്യൂർ പള്ളിയിൽ ഇന്ന് നാളെ മറ്റന്നാൾ 3 ദിവസത്തെ റിട്രീറ്റാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.